ആൽബർട്ട് ഐൻസ്റ്റീൻ, തോമസ് ആൽവ എഡിസൺ ഇവരൊക്കെ ഇതുപോലെ ഗ്രാമത്തിൽ നിന്നുള്ളവരാണേ. വലിയ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും പ്രശ്നമായി. എന്താണ്ടാ ഇവന്റെ പ്രായം സ്വാധീനം വീട്ടിലറിഞ്ഞു. അവളെനി പഠിക്കാനൊന്നും വിടുന്നില്ല. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാ. വീട്ടിൽ പോയാൽ അടി ഉറപ്പാ. അതുകൊണ്ട് എങ്ങനെയും ഒരു കത്ത് അവൾക്ക് എത്തിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ചത്തുകളെന്നാ പറയണേ. വെളുക്കനുള്ള കടലാസിന്റെ കഷ്ണം ഉണ്ടോ എന്റെ? കാട്ട് വെക്കം കാട്ട്. ഇനി പേന കാട്ടറാ. വേഗം എടുക്കടാ. ആ പേനയിലടാ, എന്റെ പേന, ഹീറോ പേന ഫ്രിഡ്ജിനകത്തുണ്ട്. അതെടുക്ക് പറയണേ. കോത്തിലെ ചോപ്പ് മാറിയിട്ടില്ല, അതിനിടയ്ക്ക് പ്രേമം. എഴുതറ കാമുക. എന്റെ മൂഞ്ചി മോർ നോക്കി നിൽക്കാതെ അവിടെ വെച്ച് കത്തെഴുതറ കഴുതേ. എഴുതറ ചക്ക. ഈ വക്കറ്റ് കണ്ടുപിടിച്ചത് ആരാ? നിങ്ങന്റെ മുത്തി വേണ്ടതള്ള. തെളിയണില്ലല്ലോ. അതിന് തെളിച്ച് ഉണ്ടോ ഇല്ലയോ നീ നോക്കണ്ട. ആദ്യം നിന്റെ മനസ്സിൽ എന്താച്ചാ അത് മൊത്തത്തിൽ കൊട്ടു. നീയേ കൊട്ടടാ ഉണ്ണി. ഈ കൊട്ടാണോ? ആ കൊട്ടകട കഴുതേ. മനസ്സിലുള്ളത് കൊട്ടു പറയണേ. എന്താ കൊട്ടി വെച്ചിരിക്കുന്നത് നോക്കാം. മോളു. സൂര്യൻ എത്ര അകലെയാണെങ്കിലും താമരപ്പൂ സൂര്യന്റെ സ്നേഹം തിരിച്ചറിയുന്ന പോലെ നീ എത്ര അകലെയാണെങ്കിലും നിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിയും. പൊക്കണം കെട്ട പയലെ. ഈ ഒരു കാര്യത്തില് ന്യൂ ജനറേഷൻ ഓൾഡ് എല്ലാം ഒന്നാണ്. സൂര്യൻ കഴിഞ്ഞ താമരപ്പൂ, താമരപ്പൂ കഴിഞ്ഞ കടല്. അണ്ണൻ ഈ മന്ദാരക്കടയിലെ മുത്താണ്. മുത്ത് പറയലടാ കഴുതേ. ശാസ്ത്രജ്ഞന്ന് പറയടാ. പിന്നെ അപ്പൊ ഈ സയന്റിസ്റ്റ് ആണല്ലേ നാട്ടിലെ കുട്ടികളെയൊക്കെ വഴിതെറ്റിക്കുന്നത്? അല്ല, എന്താണ് ഈ എഴുത്തിന്റെ രഹസ്യം? അതൊന്നുമില്ല ഉണ്ണി. ഒരു വെള്ള കടലാസ് എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് അതിൽ വിനാഗിരി നിറച്ച പേന കൊണ്ട് എഴുതിയിട്ട് ആ കടലാസ് ഉണക്കിയെടുത്താൽ അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന് ആർക്കൊരു പിടിയും കിട്ടില്ലേ. വീണ്ടും അത് വെള്ളത്തിൽ നനച്ചെടുത്താലാണ് അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന് ദൈവം തമ്പുരാന് പോലും മനസ്സിലാവൂ. ശാസ്ത്രത്തിന്റെ ഓരോ കളികളാണ്. ഇത്ര അധികം ഐഡിയാസ് ഉണ്ടായിട്ടും സഖാവ് എന്താ ഇപ്പോഴും ഇങ്ങനെ പുര നിറഞ്ഞു നിൽക്കുന്നത്? സത്യസന്ധമായ പ്രണയത്തിന്റെ യാത്ര ഒരിക്കലും സുഖകരമായിരിക്കില്ല. വില്യം ഷേക്സ്പിയർ. ഉണ്ണി, ഞാൻ പ്രണയിക്കണില്ല മാത്രം പറയരുത്. എനിക്ക് എന്ത് പരാജയം ഉണ്ടായാലും അതിലൊന്നും എന്റെ മനസ്സ് തളർത്താണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ശാസ്ത്രജ്ഞനാവും പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി എവിടെ ഒരു പെണ്ണ് കാത്തിരിക്കണ്ടേ? ഇത് ഭയങ്കര ബോറാ സഖാവേ. 80s പ്രണയം പോലെ രണ്ടുപേരും കാണാതെ. ഇത് ന്യൂ ജനറേഷൻ കാലാ. സഖാവ് ഒരു കാര്യം ചെയ്യാം. ആ കൊച്ചാരാന്ന് കണ്ടുപിടിച്ച് കൂടെ താമസിപ്പിക്കും. ആ കൊച്ചിന്റെ ഇൻസ്പിറേഷൻ എപ്പോഴും കൂടെ. വേണ്ട. ആ ഇടപാടേ ശരിയാവില്ല. എന്റെ മുത്തപ്പൻ വേലാണ്ടിക്ക് കൊടുത്ത വാക്കാണ്. പാലക്കാട് ജില്ലയിൽ മാത്രമല്ല വെളിയൂരിലും കൂടി അറിയപ്പെടുന്ന ഒരു വലിയ ശാസ്ത്രജ്ഞനായിട്ടേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. ഈ ജന്മത്തത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കേട്ടില്ല. ആ കൊച്ചിനോട് വേറെ ആളെ കണ്ടുപിടിച്ചോളാം പരസഖാവേ. ഇനി അബ്ദുൽ കലാം നിൽക്കണ പോലെ കല്യാണം കഴിക്കാൻ ഞാനും വെട്ടിയാനായിട്ട് നിൽക്കേണ്ടി വരുമോ? കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? പിന്നെന്താ, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നിന്റെ അമ്മാവനെന്തുട്ടാ പറഞ്ഞേ? അമ്മാവനോട് പോകാൻ പറ. ഈ പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് സൂപ്പർവൈസർ എന്ന് മാനേജർ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് വേണം അമ്മാവന്റെ മുഖത്ത് നോക്കി രണ്ട് വർത്താനം പറയാൻ. നിർത്തി വണ്ടി നിർത്തിയേ. നോക്കിയേ, ഒറ്റമൈന. ഒറ്റമൈനെ കാണാൻ നല്ലതാ. അല്ലടാ, ഒറ്റമൈനെ കണ്ട തല്ലുള്ളൂ ശാസ്ത്രം. എന്നാ നീ തന്നെ തല്ലു ഉണ്ടാപ്പോ. എന്തിനാ ഞങ്ങൾ? ഞാൻ ഒറ്റമൈന എന്നല്ലേ വിചാരിച്ചു. നീ വണ്ടി എടുത്ത്. പുട്ട് ഇതൊന്നല്ല. പുട്ട് എന്ന് പറഞ്ഞാലും ഞങ്ങള് സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് ഞങ്ങള് കൊറേ ആൾക്കാർക്ക് പുട്ട് വേണല്ലോ. അപ്പൊ ഈ ചെറിയ കുറ്റിയിലൊന്നും പുട്ടുണ്ടാക്കിയാ തരില്ല. അപ്പൊ ഈ വലിയ പൈപ്പിലേക്ക് JCB കൊണ്ട് ഇങ്ങനെ പുട്ടുപൊടി ഇങ്ങനെ കോരി ഇങ്ങനെ ഇടുക. ഇങ്ങനെ ഇട്ടിട്ട് അത് ഞങ്ങളെല്ലാരും കൂടി ഇരുമ്പൊലക്കാനെ കൊണ്ട് പുട്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇടുക. അന്ന് ഈ പുട്ടുണ്ടാക്കാൻ ഉപയോഗിച്ച പൈപ്പാണ് ഇപ്പം ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് ഉപയോഗിക്കണേ. ആണോ? ആ പൈപ്പാണ്. കുമാരേട്ടോ, കുമാരേട്ട ഇവിടെ വന്ന് നിക്ക. ഇതുപോലെ 3 ചായ ഇങ്ങോട്ട് പോട്ടെ നൈസായിട്ട്. അല്ല ചോപ്ര സാറേ, എന്തിനാ ഈ മനുഷ്യനെ കാണുമ്പോ ഇങ്ങനെ തല്ലിനെ? അത് നിങ്ങൾക്ക് അറിയില്ലല്ലേ. ഇവൻ ഇവിടെ അമ്മൂമ്മേനെ തുണി പൊക്കി കാട്ടില്ല. എന്നാ പിന്നോനെ കിട്ടണ്ട തന്നെയാ. അല്ല
എന്നാപ്പത് സംഭവം ഇന്ന് പലിച്ചക്ക് ആ കണ്ണമ്പ്ര വേല കഴിഞ്ഞിട്ട് വരുമ്പോഴല്ലേ മൂപ്പര് ജൗളി പൊക്കി കാണിച്ചത്. ഇന്ന് പലിച്ചക്കോ? പോടാ പോക്കണം കെട്ടവനെ. മൂപ്പരുടെ മുത്തിയമ്മ പൊസ്കന്ന് പോയിട്ടേ 10 കൊല്ലായിട്ടേ. സംഭവം നടന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്താണ്. നമ്മുടെ അമ്പലക്കുളത്തിൽ കുളിക്കാറങ്ങി 8 മുട്ടം തിരിയാത്തിന്റെ അമ്മൂമ്മനും തുണി മുക്കി കാട്ടി. അന്ന് ഞാൻ നമ്മുടെ കടവിലാശന്റെ ശിക്ഷണത്തിലാണ്. പക്ഷെ ഇപ്പൊ ഇവരെ കാണുമ്പോ എനിക്ക് അലക്കാൻ തോന്നുന്നു. മോന്ത കിട്ടും എടുക്കാൻ ചായ മൂന്നെണ്ണം. ചായ എടുക്കണോ? കിട്ടണം. കുമാരേട്ടോ ഒരു ചായ. ഇന്നെന്താണാവോ ശാസ്ത്രജ്ഞന്മാരുടെ പുതിയ കണ്ടുപിടുത്തം? പക്ഷികൾ എന്തുകൊണ്ട് നമ്മളെ പോലെ സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മളെ പോലെ വസ്ത്രം ധരിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മളെ പോലെ പൊറോട്ട ഇറച്ചിയും തിന്നുന്നില്ല? ഇതൊക്കെയാണോ നിങ്ങളുടെ പുതിയ കണ്ടുപിടുത്തം? അല്ല, ആണോ? നിന്റെ അമ്മായിമ്മയെ കെട്ടിക്കാൻ ചന്ദ്രനിൽ നിന്ന് ഒരാളെ കിട്ടുന്നുള്ള കണ്ടുപിടുത്തം. ഇത് കുമാരേട്ടന്റെ ബോണ്ട. ആ, അതേ ഇരട്ടമൈന. എവിടെയുണ്ട്? ദാ, 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 ദാ. ആ കണ്ട്. ആ, അതെ, ഇന്നത്തെ കണ്ടുപിടുത്തം ഓക്കെ ആയി. അത് ശരിയാവൂടെ? പുതിയ ഇരട്ടമൈനല്ലേ? അതല്ലേ കാണണം പറഞ്ഞത്. അപ്പൊ അവിടെ കണ്ട ഒറ്റമൈനയോ? അത് ഒറ്റ മൈന ഇരട്ടെ കണ്ടിലൂടെ തോന്നേ. ആ ഒറ്റയുടെ ഇരട്ടനെ കാണാൻ ഈ ഇഷ്ടം. പരട്ട വെറുതെ വരട്ടാൻ വേണ്ടി പറയണം. അന്ന് എന്തുട്ടെങ്കിലും കാട്ടും. എന്താ നിങ്ങളുടെ പ്രശ്നം? ഒരു മൈനയുടെ പ്രശ്നമാന്നേ ഇന്നൊരു കണ്ടുപിടുത്തമുള്ള. നിങ്ങൾക്ക് ഒരു കാക്കേനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ പരീക്ഷണത്തെക്കുറിച്ച് പറയാൻ നമ്മുടെ ഗ്രാമത്തിന്റെ സ്വന്തം ശാസ്ത്രജ്ഞനായ അപൂർവനെ ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങളൊക്കെ വേലയെടുക്കണ ആളുകളായതുകൊണ്ട് സഖാക്കളെ പറയണേ. എനിക്ക് എത്രയും വേണ്ടപ്പെട്ട സഖാക്കളെ. ചോടാ. റഷ്യയിലും ചൈനയിലും ക്യൂബയിലൊക്കെ നമ്മുടെ ഇവിടത്തെ പോലെ തന്നെ സഖാക്കള് പാടത്തും പറമ്പിലൊക്കെ പണിയെടുക്കണ്ടേ. പക്ഷെ അവിടത്തെ കാലാവസ്ഥ വേറെയാണ് പറയണേ. ചോടാ. ഇപ്പൊ വേണ്ട. ഇവിടെ മലയാള മാസം മേട 9 കഴിഞ്ഞാല് രാമപ്പനും കേശവപ്പനും ഏത്തായിക്കോരനും വടിവരമ്പനൊക്കെ പാടത്ത് കന്നിനെ പൂട്ടുന്നത്, വെള്ളം തുറന്നു വിടണം, കൊയ്ത്തിന് പോണതൊക്കെ 50 ഡിഗ്രി ചൂടിന് മുകളിൽ നിന്നുകൊണ്ടാണ്. വേണ്ടടാ പൊലം കെട്ടവനെ. ഇവിടെ ബാബു മോന്റെയും ബിജുക്കുട്ടിന്റെ ഒക്കെ കണ്ണീര് ഞാൻ നിത്യേനെ കാണുന്നതാണേ. അതിനൊരു അറുതി വരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കുപ്പായം കണ്ടുപിടിച്ചത്. ഇത് വെറും കുപ്പായല്ല, ഏസി കുപ്പായം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ബാബു മോനെ ഈ വേദിയിലേക്ക് വിളിക്കുകയാണ്. വാ. ഇതെന്നാ സിനിമാറ്റിക് ഡാൻസ് ആണോ? ഓ മതിയുടെ കഴുതേ. ഇതാണ് ഞാൻ പറഞ്ഞ ഏസി കുപ്പായം. ഇത് ഇട്ടിട്ട് ഏത് തൊഴിലാളിക്കും വേർക്കാതെ പണിയെടുക്കാം. ലോകത്തിൽ ആദ്യമായിട്ട് തൊഴിലാളി വേർക്കാതെ പണിയെടുക്കാൻ പോണത് നമ്മുടെ ഈ മന്തക്കാട് ഗ്രാമത്തിലാണ്. ഇനി കുപ്പായിടാൻ ആൾക്കാർക്ക് വേദിയിലേക്ക് വരാം. എന്നാ ചോടാ. ഷോടാ വേണ്ടെന്ന് പറഞ്ഞില്ലടാ. പോയി കുപ്പ എടുത്തിട്ട് വാ. ഓടാ നീ കുപ്പായ എടുത്തിട്ട് വാ.